ഇവിടെ ഹെഡ്ലൈറ്റ് 2 ഊരി മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇതിന് വാറണ്ടി വരുന്നുണ്ടോ? ഇതാണ് കേട്ടോ അപ്പോൾ കയറ്റാൻ പോകുന്ന ഹെഡ്ലൈറ്റിൻ്റെ ബൾബ്. പൊടിയൊന്നും PPF ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയ സംഭവം കേട്ടോ. വാട്ടർ LED കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വണ്ടിയുടെ വെട്ടം ജസ്റ്റ് ഒന്ന് കാണണ്ടേ? ഓക്കെ, സ്റ്റാർട്ട്. ഇന്ന് നമ്മുടെ പോളയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഞാൻ കൊടുത്തിട്ട് 3-ാമത്തെ ദിവസം കേട്ടോ. നമ്മുടെ പുൽച്ചാടി ഇതാ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുൽച്ചാടി കണ്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ നമ്മളെ മച്ചാനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ നേരെ എക്സ്പോർട്ടേക്ക് പോയിട്ട് നമ്മുടെ പോളോ ഡെലിവറി ചെയ്യാനായിട്ട് പോയാൽ കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ഗ്രഫൈൻ കോട്ടിങ് കാര്യങ്ങളൊക്കെ ആടെ ജിതിൻപ്രോ എനിക്ക് ഫോട്ടോ അയച്ചു തന്നായിരുന്നു. വണ്ടി മിന്നി തിളങ്ങി കുട്ടപ്പനായിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് വണ്ടി നേരിട്ടൊന്ന് കാണാം. പിന്നെ കുറച്ച് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വർക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എന്തായാലും ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ പോളോ ഇങ്ങനെ ഒരു ലുക്ക് കാണാനായിട്ട്. അപ്പം ഇവിടുന്ന് അപ്പോൾ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വണ്ടിയിൽ പോയാൽ തിരിച്ച് വണ്ടിയും കൊണ്ട് വരണ്ടേ. അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ പോയിട്ട് വണ്ടി എടുത്തിട്ട് വണ്ടിയും കൊണ്ട് വരാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പോയാലാളിയാ? ഓക്കെ. അപ്പോൾ നേരെ നമുക്ക് പോകുന്ന പോക്കിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, ട്രിപ്പിൾ അടിച്ചാണ് കേട്ടോ ഇവിടുന്ന് പോകണം. ബസ് സ്റ്റാൻഡിൽ ആക്കാനായിട്ട് നമ്മുടെ വിഷ്ണുണ്ട് കൂടെ. ഓക്കെ ഗായ്സ്, ഗേൾസൊക്കെ ചിരിക്കുന്നു ഗായ്സ്. അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. വയനാട്ടിലാണ് കയറിയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ. കുറേ നാൾക്ക് ബസ്സിൽ വേണ്ടി കയറിയല്ലേ. ഭയങ്കര പൊടിയാണ് ഗൈസ്, ഭയങ്കര. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് കല്ലുംതാലത്ത് എത്താം. വണ്ടിയുടെ അടുത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ 2-ാം കുറ്റി എത്തി കേട്ടോ. ബസ് കയറി ഉടനെ അടുത്ത സ്റ്റോപ്പ് 2-ാം കുറ്റിയിലായിരുന്നു. അപ്പോൾ ഗൈസ് കൊല്ലം എക്സ്പോർട്ടേക്കിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ഗ്രഫിക് കട്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് വണ്ടി അകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി കണ്ടുവരാം. വാ ഓടി വാ. യെസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. വണ്ടിയുടെ ഗ്രഫൈൻ കോട്ടിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് 2 ഊരി മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയാലോ, എന്താണ് ചെയ്യാൻ പോകണമെന്ന് അറിയാലോ. കൊണ്ടുപോയാൽ അപ്പോൾ ഒന്ന് തരുമോ ഹെഡ്ലൈറ്റ് കയറും. നമ്മുടെ ഈ ഒരു ഡബിൾ കണ്ണിയാണ് അപ്പോൾ നമ്മൾ ഫോണിൽ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ ഓടി ഡിസൈൻ അന്ന് ജിതിൻ കാണിച്ചെന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ പ്രകാരം ഈ ഒരു W ഡിസൈൻ ഹെഡ്ലൈറ്റ് ആണ് വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകണം. ഞാൻ GTI ടൈപ്പ് ഹെഡ്ലൈറ്റ് നോക്കിയിട്ടോ. പക്ഷേ അത് ഭയങ്കര റേറ്റ് കൂടുതൽ. ഇതും റേറ്റ് കുറവാണെന്നല്ല, ഇതും റേറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സാധനം തന്നെ കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് കയറ്റുള്ള പരിപാടിയാണ്. ഇപ്പോൾ വണ്ടി സെറ്റ് ചെയ്ത് ഞാൻ വന്നപ്പോൾ ഫുൾ സെറ്റാക്കി അവിടെ വെച്ചേക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ബൾബ് സാധാ യെല്ലോ ലൈറ്റാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു വൈറ്റ് ഹാലജൻ ബൾബല്ലേ, വൈറ്റ് LED ബൾബ്. വൈറ്റ് LED ബൾബാണ് കേട്ടോ കയറ്റാൻ കേട്ടോ. ആ ബൾബ് എന്ന് പറയുന്നത് 340 വാട്ട്സിൻ്റെ 4 ബൾബാണ്, ഹെഡ്ലൈറ്റ് ബൾബാണ് നമ്മൾ വണ്ടിയിൽ കയറ്റാനായിട്ട് പോകണം കേട്ടോ. ഒടുക്കത്തെ വെട്ടു ഒരിക്കുന്നത് എല്ലാം കയറ്റാൻ നേരത്ത്. അപ്പോൾ അതുകൊണ്ട് ബൾബ് കയറ്റാനായിട്ട് വീണ്ടും ഹെഡ്ലൈറ്റ് വണ്ടിയിൽ നിന്ന് ഊരി വെച്ചതാണ് കേട്ടോ. അപ്പോൾ തുടങ്ങിക്കോ ഐശ്വര്യമായിട്ട്. അപ്പോൾ ഏതാനും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ വണ്ടി പുറത്തിറങ്ങുന്നതായിരിക്കും. കഴിഞ്ഞിട്ടില്ല, വേറൊരു സംഭവം ഉണ്ട്. വണ്ടിയുടെ തിളക്കം നിങ്ങൾ കണ്ടില്ലേ, ഗ്രഫൈൻ കോട്ട് 7 ഇയർ വാറണ്ടിയുടെ ഗ്രഫൈൻ കോട്ടിങ്ങാണ് വണ്ടിയിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിളക്കം കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഫുള്ളായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതിന് 7 വർഷത്തേക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഇനിയാണ് കാണാൻ പോകുന്നത് ഈ ഒരു ഐറ്റം. നമ്മൾ ഒരു സ്മോക്കിഡ്, ഇതിൻ്റെ പേരെന്താ ബ്രോ? ഈ ടൈലൈറ്റൊന്നും ഞാൻ ടൈലൈറ്റൊന്നും അല്ല, ഈ ടൈപ്പിൻ്റെ Q3 അങ്ങനത്തെ അല്ലേ, Q3. Q3യുടെ ബ്രേക്ക് ലൈറ്റ് ആണ്. അപ്പം നമ്മൾ ബ്രേക്ക് സെറ്റ് ചെയ്യുക കേട്ടോ, സ്മോക്കിഡ് ടൈപ്പ്. ഇവിടെ ഇങ്ങനെ കുറച്ച് 3D കണക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്ത് ഇപ്പോൾ ഉണ്ട്. വണ്ടി ഓണാക്കി കാണിച്ചു തരാം. കത്തിയോ കണ്ടോ, എങ്ങനെയുണ്ട് സാധനം? എടുക്കട്ടല്ലേ? അപ്പം അതും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രേ ഉള്ളൂ. ഈ ബ്രേക്ക് ലൈറ്റ് ഹെഡ്ലൈറ്റ് കൂടെ കയറ്റിയപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് അട്ടപ്പെടാതെ മാറ്റിപ്പോയി. പിന്നീട് സംഭവം ഇവർ ആരെയൊക്കെ കാണിക്കാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ ഇവരെ നേരെ കാണിച്ചില്ലെന്ന് പറഞ്ഞ് പരാതിയായിരുന്നു. കാണിച്ചിട്ടുണ്ട്. പേര് പറഞ്ഞോ? പ്രജിത്ത്. മച്ചാനല്ലേ ചെയ്തോ ഗ്രഫൈൻ കോട്ടിക്ക്? സച്ചു. ഇവിടെ പേര് ശരൺ. ബ്രോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേര് സുധി. എല്ലാവരും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണോ പുറത്തോട്ട് ഇറക്കാം. ഓക്കെ അൺബോക്സിങ് അല്ലേ, കാണിച്ചുതരാം. ഒരുമിച്ച് പൊങ്ങി വരും അല്ലേ ഇത്? ശരി. ഓക്കെ, ഇതിന് വാറണ്ടി വരുന്നുണ്ടോ? ഇതാണ് കേട്ടോ അപ്പോൾ കയറ്റാൻ പോകുന്ന ഹെഡ്ലൈറ്റിൻ്റെ ബൾബ്. എൻ്റെ പോലെ ഇതൊക്കെ ആയി പിടിക്കുമ്പോൾ തന്നെ നല്ല പക്ക പ്രീമിയം ലുക്ക് കേട്ടോ. എന്തായാലും വെട്ടം അടിപൊളി തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് കാര്യങ്ങളൊക്കെ അപ്പോൾ വണ്ടിയിൽ ഹെഡ്ലൈറ്റിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വണ്ടിയിൽ വെച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ടൈറ്റ് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, കഴിഞ്ഞിട്ട് കാണിക്കാം. ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ നമ്മൾ പോണയുടെ ഹെഡ്ലൈറ്റ് കയറ്റാനായിട്ട് ഒരു ഐലിഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇപ്പോഴാണ് പെയിൻ്റ് അടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല. ഇതും ഉണങ്ങി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതും കൂടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു അടിപൊളി ലുക്കായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഉണങ്ങുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് സമയം എന്തായാലും പോസ്റ്റാണ്. ഇത് ഉണങ്ങുന്നവരെ ജസ്റ്റ് ഒരു പോസ്റ്റാണ്. അതായത് 3 മിനിറ്റ് എയർ പോസ്റ്റ് ജസ്റ്റ് പ്രസ് ചെയ്താണ് വയ്ക്കാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രസ് ചെയ്യാൻ നേരത്തെ വിരലിൻ്റെ അടയാളം പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയെങ്കിലും ഒന്ന് ഒട്ടിച്ചിട്ട് പോകുമായിരുന്നു. എന്തായാലും ഇത്ര നേരം വെയിറ്റ് ചെയ്യും. ഇനി അത് ഉണങ്ങി കിട്ടുന്നവരെ ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. റിവീലിംഗ് ക്ലോത്താണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിലൊരു കലക്ക റീൽ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കാനായിട്ട് പോയാൽ കേട്ടോ. ഫുള്ള് ബ്ലാക്ക് തുണി വെച്ച് മൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണും കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി കണ്ടോ വേണ്ട. ഉച്ചാടി കൊണ്ട് അതിനാണ് വന്നിട്ടുള്ളത്. ക്യാമറയിലൊക്കെ കലക്കം വീഡിയോയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ബൾബും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടിയുടെ വെട്ടം ജസ്റ്റ് ഒന്ന് കാണണ്ടേ. ഓക്കെ, സ്റ്റാർട്ട്. Close your eyes. യെസ്, അപ്പം നമ്മുടെ ഫോണതാ നേരത്തെ കൊണ്ടുവന്നപ്പോഴുള്ള കണ്ടീഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതേപോലെ ഒന്നുമല്ല ഇപ്പം വണ്ടിയുടെ ലുക്ക് ഉണ്ട്. എനിക്ക് തന്നെ ഒരു പ്രൗഡി അത്രയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റിയപ്പോൾ വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ബേക്ക് നോക്കാൻ നേരത്താണ് ബാക്കി ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. എനിക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ബ്രേക്ക് ലൈറ്റ് കത്തിക്കിടക്കുകയാണ്. ആ ഒരു ഡിസൈൻ മാരകമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി വണ്ടി ഫുള്ളോടെ ഒരു തിളക്കവും ഈ ലൈറ്റും ബ്രേക്ക് ലൈറ്റും എല്ലാം ചെയ്ത് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ലുക്ക്. ഇതിൻ്റെ അടുത്ത് എല്ലാം എനിക്ക് താങ്ക്സ് പറയേണ്ട നമ്മളെ എക്സ്പോർട്ടൊക്കെ നമ്മളെ ജിതിൻ ബ്രോയുടെ അടുത്താണ്. ബ്രോ വിളിക്കാം. ജിതിൻ ബ്രോയാണ്. താങ്ക് യു ബ്രോ. വണ്ടി അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ വ്യത്യാസം അറിയാമല്ലോ. കൊണ്ടുവന്നതും ഇപ്പോൾ എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസം നല്ല രീതിയിൽ അറിയാം. പിന്നെ ഇത് വണ്ടി കുറച്ച് റീപെയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ ഇത്തിരി നല്ല എഫോർട്ട് എടുത്ത് ചെയ്യേണ്ടി വന്നു. ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് ആയിരിക്കും. ഇത് പക്ഷേ നമുക്ക് എങ്ങനെയുണ്ട് നിനക്ക്? ഇതിപ്പോൾ ഈ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെയൊക്കെ പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യും. കാരണം ഇതിനകത്ത് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞില്ലേ നീ ടിൻറ്റ് ചെയ്തതിൻ്റെ ഇത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നെന്ന്. അപ്പോൾ ഈ റൂമിലെന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഇത്രയും ലൈറ്റ് ഇട്ടേക്കുന്നത്. ആക്ച്വലി നമ്മൾ ഈ ഇത്രയും ലൈറ്റ് കിടക്കുമ്പോഴത്തേക്ക് വണ്ടി കാണാൻ ഭംഗി കൂടത്തല്ല, ഭംഗി കുറയത്തേ ഉള്ളൂ. എല്ലാ കൊച്ചു പ്രശ്നങ്ങളും കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലൈറ്റിലിട്ടിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇത് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു പ്രശ്നവും കാണില്ല. അതായത് ഈ റൂമിൽ കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി വെളിയിൽ ഇറങ്ങിയാൽ ഇനി ആരെന്തോ നോക്കിയാൽ ഇതിനകത്തൊരു പ്രശ്നം പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. W ഹെഡ് ലാമ്പ് ആക്കിയിട്ടുണ്ട്. ഒരു ഐലിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ബാക്കിൽ നമ്മൾ ഓഡി ടൈപ്പ് ടെയിൽ ലൈറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഡിമ്മും ബ്രൈറ്റും നമ്മൾ 340 വാട്ടിൻ്റെ LED ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിരിക്കും ലൈറ്റ് വരുന്നത്. വൈറ്റ് കളർ. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് അക്സസറീസിൽ കുറച്ചാൾ മുമ്പ് നമ്മളെ ഗ്രഫൈൻ കോട്ടിങ്ങും PPF മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ അക്സസറീസും റെഡി സ്റ്റോക്കാണ് കേട്ടോ. ഓർഡർ ചെയ്ത് വരുത്തേന്നും വേണ്ട. പക്ഷേ ഈ സാധനം ഒരു ദിവസത്തെ ഡിലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ അക്സസറീസും നമുക്ക് റെഡി സ്റ്റോക്കിൽ എക്സ്പോർട്ടാക്കി വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം പൊളിച്ചു റൂം. താങ്ക് യു. ഈ റൂം നോക്കിയാൽ ഒരു മഴ പെയ്യുന്ന നടക്കുന്നൊരു ഫീലാണ് കേട്ടോ. ഞാൻ ആദ്യം എനിക്ക് അറിയത്തില്ല സംഭവം എന്താണെന്ന്. സംഭവം ഇതാണ് ഇവിടുത്തെ PPF റൂം. PPFൻ്റെ അകത്ത് പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പൊടിയൊന്നും PPF ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയ സംഭവം കേട്ടോ. വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും ഫുൾ ടൈം. അതിൻ്റെ കൂട്ടത്തിൽ PPF ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ്. കാറും ബൈക്കും എല്ലാം PPF നേരത്തെ ഈ ഒരു സ്പ്രേ ഓൺ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ലേ ബ്രോ? ഇത് മിസ്റ്റിംഗ് എന്ന് പറയും. നമ്മൾ ഇത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PPF ചെയ്യുന്ന സമയത്ത് ഫുൾ ഡീറ്റെയിലിംഗ് കഴിഞ്ഞ് വണ്ടി അകത്ത് കയറ്റി കഴിഞ്ഞാൽ നമ്മളൊരു 5 മിനിറ്റ്സ് ഇത് ഓണാക്കി ഇടും. അതെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റ് കണ്ടൻസ് സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാലും പൈമാര് ബ്രേക്ക് എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇത് ഓണാക്കി 10 മിനിറ്റ്സ് ഇട്ടിട്ടേ അവർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഇതിനകത്ത് മാക്സിമം നമ്മൾ ഡസ്റ്റ് കുറവായിരിക്കും. അത് കൊള്ളാം. എന്തായാലും ഇത് ഐഡിയ എവിടെയെങ്കിലും കോപ്പി അടിച്ചതാണോ സംഭവം? ഇത് ആക്ച്വലി എനിക്കൊന്ന് കൊച്ചിയിലെ ഷോപ്പുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി PPF നല്ല ഡീപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് തന്നെ ചെയ്യുന്നത്. ഇത് മസ്റ്റ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പം PPFനായിട്ട് ഇനി വേറെ എവിടെ നോക്കണ്ടല്ലേ? പോള എടുത്ത് നമ്മളിതാ വരുന്ന വഴിയാണ് കേട്ടോ. കൊട്ടി എത്തിയപ്പോൾ നമ്മുടെ പോട വഴിയിലായി പോയി. അപ്പം അതിൻ്റെ റേഡിയേറ്റർ ഫാൻ വർക്കാവുന്നില്ല. കൂളൻ്റ് അതിൽ നിന്ന് ലീക്കായിട്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ട് പുകയൊക്കെ വന്നു കേട്ടോ. അപ്പം അങ്ങനെ വണ്ടി വഴിയിലായി കിടക്കുക. വണ്ടി അപ്പുറത്ത് കിടക്കുക കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വർക്ക്ഷോപ്പിൽ വന്ന് ചോദിച്ചതാണ് കേട്ടോ. ഭാഗ്യത്തിന് വർക്ക്ഷോപ്പ് തുറന്നിട്ടുണ്ട്. ശരി ആക്കത്തോ ഉണ്ടാവാൻ അറിയത്തില്ല. എന്തായാലും വണ്ടി പയ്യെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് വരാം. ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. അല്ലെങ്കിൽ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും കേട്ടോ. ഇത് കൊടുക്കണം വണ്ടി.
അപ്പോൾ അതാ നമ്മളൊരു മാരുതിയുടെ സർവീസൊക്കെ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിലാണ് കേട്ടോ രാത്രി വന്നിട്ടുള്ളത്. പുള്ളി ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം ഇതിന് ഫാൻ ഇപ്പോൾ വർക്കാവുന്നില്ല. എടാ ബോണറ്റ് ഓപ്പൺ ആക്കിയടാ. അത് പക്ഷേ ഈ ഷോർട്ട് ഗ്രൗണ്ട് ഫാൻ്റെ എന്തോ കംപ്ലൈന്റ് കാണിക്കുന്നത്, പക്ഷെ സ്റ്റാർട്ട് ആവാത്തത് അത് വാങ്ങിച്ചിട്ടില്ല അല്ലേ? വണ്ടി ഇവിടെ കിടക്കുകയാണ്. വണ്ടിയിൽ ഫ്യൂവല് കുറച്ച് കുറവുണ്ട്, പക്ഷെ ഫ്യൂവലിൻ്റെ പ്രശ്നമല്ല. സ്കാനിങ് മെഷീനെ കൊണ്ട് കേട്ടോ കൊണ്ട് നിർത്തിയ കട ഇപ്പം വർക്ക്ഷോപ്പ് സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഫ്യൂവൽ കുറവ് കാണിക്കുന്നുണ്ട്. പിന്നെ റേഡിയേറ്റർ ഫാനിന് ചെറിയൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യം ജസ്റ്റ് ഫ്യൂവലൊന്ന് വാങ്ങിച്ചോണ്ട് വരാം, എന്നിട്ട് ഒഴിച്ച് നോക്കിയിട്ട് ബാക്കി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഇതെന്തൊരു അടിച്ചപ്പാമ്പായിട്ടാ കേട്ടോ അവിടെ. അപ്പം ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കാറുണ്ട് നമുക്ക് പെട്രോൾ പമ്പിലേക്ക്. അപ്പം ഞാനും പുളിച്ചാടി എന്താ കാൽനട യാത്രയാ. അയ്യോ അവിടെ വണ്ടി സ്റ്റാർട്ടായാൽ മതിയായിരുന്നു. പെട്രോൾ മേടിച്ചിരിക്കുകയാണ്. അതെ 5 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പെട്രോൾ കൊണ്ടൊഴിച്ച് നോക്കാം. അപ്പം നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് നമുക്ക് തിരിച്ച് പോകാനായിട്ട് ചേട്ടാ നമുക്കൊരു ബുള്ളറ്റൊക്കെ തന്നു കേട്ടോ. അപ്പം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ. എന്ത് ചെയ്തിട്ട് കുറേ നേരം നോക്കി, ഒരു 2-3 മണിക്കൂർ ഇവിടെ കിട്ടുന്ന കേട്ടോ, സ്റ്റാർട്ടാവുന്നില്ല. അപ്പം വർക്ക്ഷോപ്പിലെ ചേട്ടൻ തന്നെ